ഇസ്ലാമും സ്ത്രീയുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വരുമ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ട് ഇസ്ലാമിൽ സ്ത്രീക്ക് ഉന്നതമായ പദവി നൽകിയിട്ടുണ്ട് എന്ന്. അറബ് രാജ്യങ്ങൾ ഇത്രയൊക്കെ ഇസ്ലാമിനോട് ചെറിയ അർത്ഥത്തിലുള്ള ബന്ധം മാത്രം പുലർത്തുന്ന രാഷ്ട്രങ്ങളിൽ വരെ അവിടുത്തെ സാമൂഹിക ഘടനയിൽ ഇന്ന് സ്ത്രീ സുരക്ഷിതയാണ് എന്ന് ഗൾഫ് രാജ്യങ്ങളിലൂടെ ഒരു ചെറിയ ടൂർ നടത്തിയാൽ ഏതൊരാൾക്കും കാണാവുന്നതാണ്. സാക്ഷാൽ ദീനുൽ ഇസ്ലാം നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അതിനേക്കാൾ വലിയ സുരക്ഷിതത്വം സ്ത്രീക്ക് കിട്ടും എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ പൊതുസമൂഹത്തിൽ മീഡിയകളിൽ കോളമിസ്റ്റായിക്കൊണ്ട് അല്ലെങ്കിൽ ചാനലുകളിൽ ചെന്ന് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷിൽ, മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ, വേറെ ഏതെങ്കിലും ഇന്ത്യൻ ഭാഷകളിലാണെങ്കിൽ ആ ഭാഷയിൽ സമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ നിരത്താൻ നമുക്ക് കഴിയുമോ എങ്കിൽ സ്ത്രീയെ സംബന്ധിച്ചുള്ള വിവാദം ഇസ്ലാമിന് റിസൾട്ട് ഉണ്ടാക്കാവുന്ന വിവാദമായി മാറും. പ്രവാചകന്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച്, പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിച്ച്, അവിടുത്തെ വിവാഹത്തെ സംബന്ധിച്ച്, അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമിക ജീവിതത്തെ സംബന്ധിച്ച് ഏത് തരത്തിലുള്ള വിവാദം വന്നാലും അതിനെ നേരിടാനുള്ള കലുപ്പ് അള്ളാഹുവിന്റെ ഈ ദീനിനുണ്ട്. പക്ഷെ മുസ്ലിങ്ങൾ അതിനനുസരിച്ച് പ്രാപ്തരാണോ? മുസ്ലിങ്ങൾ അത്രയും ഗൗരവത്തിൽ അവരുടെ ജീവിതത്തിലേക്ക് ഇത് ചേർത്ത് നിർത്തിയിട്ടുണ്ടോ? ആവേശപരവും വികാരപരവുമായി പ്രതികരിക്കുന്നതിൽ സമാധാനമടയുന്നതിന് പകരം ഗൗരവത്തോടെ ഈ ഇസ്ലാമോഫോബിയ സൃഷ്ടിച്ചുവിടുന്ന വിവാദങ്ങളിൽ ഇടപെടാൻ നമുക്ക് ശേഷിയുണ്ടോ എങ്കിൽ ഞാൻ പറയുന്നു, വളരെ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റിയ, വളരെ നല്ല പ്രതിഫലനങ്ങൾ ഇസ്ലാമിന് അനുകൂലമായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണിത്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഇത് ആരോ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടിന്റെ പേരല്ല. ഇത് സാക്ഷാൽ റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ ദീനാണ്. അള്ളാഹുവിന്റെ ദീനിന് അതിന്റേതായ കരുത്തുണ്ട്, അതിന്റേതായ ഗൗരവമുണ്ട്, അതിന്റേതായ ഗാംഭീര്യമുണ്ട്, അതിന്റേതായ യുക്തിഭദ്രതയും അതിന്റേതായ മനോഹാരിതയും ഉണ്ട്. ഇതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഒന്നാമത് പ്രക്ഷോഭിതമാക്കുന്നു. രണ്ടാമത്തത്, അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ ഇതിന്റെ പേരിൽ വിവാദം സൃഷ്ടിക്കുന്നവർക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ചരിത്രം പരിശോധിച്ചു നോക്കൂ. ഇസ്ലാമിനെതിരെ ഇറങ്ങിപ്പുറപ്പെട്ടു വന്ന വലിയ വലിയ വിമർശകന്മാർ അവസാനം എല്ലാം പരാജയപ്പെട്ട് ഇസ്ലാം ആശ്ലേഷിച്ചതിന്റെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കുറഞ്ഞ നേരത്തെ സംസാരത്തിന്റെ ഇടയിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല. പല സന്ദർഭങ്ങളിലായിട്ട് അത്തരം ആളുകളുടെ പേര് വിവരങ്ങൾ നമ്മുടെ മുമ്പിലൂടെ വളരെ വലിയ ഇസ്ലാം വിരുദ്ധ ശക്തികൾ, അത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം മുതൽ ഇങ്ങോട്ട് ആരംഭിക്കുന്നുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്തിനാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്? അവസാനം എന്തു സംഭവിച്ചു? ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്ടകാലത്തെ കഴിച്ച് ബാക്കിയുള്ള ജീവിതം ഇസ്ലാമിന് എത്രമേൽ ഗുണം ചെയ്തു? ഇതുപോലെ ദീനിന് ഗുണം ചെയ്യുന്ന എഴുത്തുകാർ, ചിന്തകന്മാർ, ഗവേഷകന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.